ബിഗ് ബോസ് സീസൺ 6 ഗ്രാൻഡ് ഫിനാലയോട് അനുബന്ധിച്ച് പുറത്തായി മത്സരാർത്ഥികൾ ഓരോരുത്തരായി ഷോയിലേക്ക് തിരികെ വരുന്നത് പതിവുള്ള കാര്യമാണ്. അത്തരത്തിൽ ഈ സീസണിൽ നിന്ന് പുറത്തായ പല താരങ്ങളും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഷോയിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ പേർ കാത്തിരുന്നത് ഗബ്രിയുടെ തിരിച്ചുവരവിനായിട്ടായിരുന്നു. ഗബ്രിയെയും ജാസ്മിനെയും അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ ഈ കാത്തിരിപ്പുകാരിലുണ്ട്. അതേസമയം ഷോയിലേക്ക് തിരിച്ചെത്തിയ ഗബ്രി ജാസ്മിനുമായി പലവിധ കാര്യങ്ങൾ സംസാരിക്കുകയും ജാസ്മിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പുറത്തുപോയ ചില താരങ്ങൾ നൽകിയ പണികളെ കുറിച്ചുള്ള സൂചനകളും ഗബ്രി ജാസ്മിന് നൽകുന്നുണ്ട്. നിനക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്നും പുറത്തു വരുമ്പോൾ നിനക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. നീ തലയിൽ എടുത്തു വെച്ച് നടക്കുന്ന പലരും നിനക്കിട്ട് നന്നായിട്ട് പണി തന്നിട്ടുണ്ട്. വെളിയിലിറങ്ങുമ്പോൾ നിനക്ക് അത് മനസ്സിലാകുമെന്നുമാണ് ജാസ്മിനോട് ഗബ്രി പറയുന്നത്. എന്നാൽ ഈ പണികളൊക്കെ തന്നത് ആരാണെന്ന് വ്യക്തമാക്കാൻ ഗബ്രി തയ്യാറായിട്ടുമില്ല. ഇത് മാത്രമല്ല, ജാസ്മിനെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനും ഗബ്രി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ചെയ്തതൊക്കെ ജാസ്മിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണെന്നും ഗബ്രി പറയുന്നു. ഗബ്രി എവിക്റ്റായി പോയ സമയത്ത് തന്റെ പ്രയാസത്തെക്കുറിച്ച് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട്. തനിക്ക് തോന്നിയ ഒറ്റപ്പെടലിനെ കുറിച്ചൊക്കെയാണ് ജാസ്മിൻ ഗബ്രിയോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് പുറത്തുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഗബ്രി പറയുന്നത്. ഇവിടെയുള്ള പല കാര്യങ്ങളും പ്രേക്ഷകരെ സംബന്ധിച്ച് ക്രിഞ്ചാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണതെന്നാണ് ഗബ്രിയുടെ വാക്കുകൾ. ഇവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് പിന്നെയും അതൊക്കെ മനസ്സിലാകും. ഇവിടെ കുറച്ച് ദിവസമെങ്കിലും വന്നു നിന്നാലേ ആ അവസ്ഥ മനസ്സിലാകൂ എന്നും ഗബ്രി പറയുന്നു. അതേസമയം ഇതൊരു ഗെയിമാണ്. അതിന്റെ ഫെയിമും അതിന്റെ ആഫ്റ്റർ എഫക്റ്റും ഒക്കെ ഉണ്ടാകും. ഹൃദയത്തിലേക്ക് എടുക്കാതെ എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുക എന്നും ഗബ്രി ജാസ്മിന് ഉപദേശം നൽകുന്നുണ്ട്. പുറത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനെയെല്ലാം ഏത് തരത്തിൽ നേരിടണമെന്നും ഗബ്രി ജാസ്മിനോട് വ്യക്തമാക്കുന്നു. അതേസമയം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഉപ്പയും ഉമ്മയും വന്ന് ജാസ്മിനോട് അത്രയൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഗബ്രി പുറത്തിറങ്ങി പുറത്തുള്ള സകല നെഗറ്റീവും അറിഞ്ഞു. എന്നിട്ടും യാതൊരു അകൽച്ചയും കാണിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അത്രയും ശക്തമായ ഒരു ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥമെന്നും പ്രേക്ഷകർ പറയുന്നു. അതേസമയം ശ്രീധുവിന്റെ പുറത്താകൽ കുറച്ചു നേരത്തെ ആകണമെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ശ്രീധുവിനെ പോലെ സേഫ് ഗെയിം കളിക്കാതെ തങ്ങളുടെ നിലപാടുകൾ ഉറക്കെ തുറന്നു പറഞ്ഞ നിരവധി മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ശ്രീധു പോയിട്ട് മാത്രം പുറത്തേക്ക് പോകേണ്ടവരായിരുന്നു അവരൊക്കെ. എന്തായാലും ഇത്രയധികം നാൾ നിന്ന് ശ്രീധു ഭാഗ്യവതിയാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇതിനിടെ സിജോ, സായി, നന്ദന എന്നിവർക്ക് കറക്റ്റ് സമയത്ത് വിമാനത്താവളത്തിൽ എത്താൻ സാധിക്കാത്തത് കൊണ്ട് ചെന്നൈയിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാനും കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച പുറത്തായ നോറയും വീട്ടിലേക്കുള്ള റീ എൻട്രിക്കായി തിരിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 3 അവസാനിക്കാൻ ഇനി 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ശ്രീധു കൂടി പുറത്തായതോടെ ജാസ്മിൻ, ജിൻഡോ, അഭിഷേക് ശ്രീകുമാർ, ഋഷി, അർജുൻ എന്നിവരാണ് ഇപ്പോൾ ഷോയിൽ തുടരുന്നത്. ഇവരിൽ ആരായിരിക്കും ടൈറ്റിൽ വിന്നർ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.